നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി സെർബിയയിലോട്ട് ജോബ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആളുകൾ ഈ വീഡിയോ ഒന്ന് കാണുക. കാരണം സെർബിയയിലോട്ട് നിങ്ങൾക്ക് അൺസ്കിൽഡ് വേക്കൻസിക്കായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ₹1 ചിലവില്ലാണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂറോപ്പിലോട്ട് നിങ്ങൾക്ക് പറക്കാനും പറ്റും. അപ്പോൾ സെർബിയനെ കുറിച്ചിട്ട് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലൊരു കൺട്രിയാണ് സെർബിയ എന്ന് പറഞ്ഞത്. അതേപോലെ ഷെങ്കൻ കൺട്രി അല്ല. അതേപോലെ തന്നെ സെർബിയനെ കുറിച്ചിട്ട് പറയുമ്പോൾ സെർബിയയിലെ കറൻസി ആയിട്ട് വരുന്നത് സെർബിയൻ ദിനാറാണ്. ഈ കൺട്രി മെയിൻലി എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൊയേഷ്യ, റൊമാനിയ, അതേപോലെ തന്നെ ബൾഗേറിയ, ഇതിനിടയിലായിട്ട് വരുന്ന ഒരു കൺട്രിയാണ് സെർബിയ. സെർബിയയിൽ നമുക്ക് നിരവധി ജോബ് ഓപ്പണിങ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജോബ് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു എംപ്ലോയർ കയ്യിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ കിട്ടി, വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് എംബസിയിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ജോബ് കണ്ടെത്തിയിട്ട് അപ്ലൈ ചെയ്യണം. തീർച്ചയായിട്ടും അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ₹1 പോലും അതിൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറി പോകാനായിട്ട് പറ്റും. ഒരുപാട് ഓപ്പണിങ്സ് അവൈലബിൾ ആണ്. പെട്ടെന്ന് നമുക്ക് വിസ കിട്ടുന്ന ഒരു കൺട്രിയാണ് സെർബിയ. പെട്ടെന്ന് മീൻസ് നിങ്ങളൊരു 1-2 മാസം എടുത്തുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ജോബ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി, വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി തന്നെയാണ് സെർബിയ എന്ന് പറയുന്നത്. വലിയൊരു സാലറി ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും മാക്സിമം പോയി കഴിഞ്ഞാൽ €650 മുതൽ €750 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാലറി എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ മിക്ക കമ്പനീസും അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് തീർച്ചയായും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഉപകാരമുള്ള ആളുകൾ, ഇപ്പോൾ പുറത്തോട്ട് ജോലിക്ക് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.